റോസാപ്പൂവാണിത്, കടലിലെ റോസാപ്പൂവ്. ഓ, അവക്കിട് റോസാപ്പൂ, കടലിൽ ചത്തുപൊങ്ങിയ മീനാണിത്. ദേ തള്ളേ, കച്ചവടത്തിൽ കുശുമ്പി ശരിയല്ല കേട്ടോ. സാറേ, കടലിലെ പൊന്ന കത്രീനയുടെ നെയ്മീൻ ഒന്ന് തൊട്ടു നോക്കിയട്ടെ സാറേ. പുല്ലന്റെ മോനെ ഇടരെ ചാവാലി, പടച്ചു വിട്ടവരെ കാണണമെന്നുണ്ടെങ്കിൽ മോൻ പോ. വെറുതെ വേണ്ടടി, മഴ നിറയെ കാശിട്ട് തരാം. കാശ് അരയത്തി പെണ്ണിന്റെ മാനത്തിന് 10 കാശിന് വാരി കിട്ടുന്ന മീന്റെ വിലയേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? ചന്തയില് നോക്കിയും കണ്ടും കളിച്ചില്ലേ, കഴുത്തേല് ചോര പറ്റും ചോര. ചെയ്യുന്നത് ചതിയാണെന്നറിയാം, എന്നാലും കത്രീനയ്ക്കൊരു ജീവിതം കിട്ടും. പള്ളിവാതുക്കൽ തൊമ്മിച്ചിനെ മുട്ടുകുത്തിക്കാൻ കത്രീനയ്ക്കേ കഴിയും. സാറന്മാര് പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കള്ളത്തരം പറഞ്ഞ് ഒരുത്തന്റെ ഭാര്യയായ ഒരു കുഴപ്പമില്ല. ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടായ ഞങ്ങൾ നോക്കിക്കോളാം. എത്ര രൂപ വേണമെങ്കിൽ തരാം. പക്ഷേ കത്രീന എന്നെ ഒന്ന് സഹായിക്കണം. 25,000 50,000 എത്ര വേണമെന്ന് പറഞ്ഞോളൂ. എനിക്കൊരു 30,000 രൂപ തരുമോ? എന്റെ ചേച്ചിക്കൊരു ജീവിതം കൊടുക്കാനാ. അപ്പച്ചൻ കെട്ടിച്ചയച്ചതാ. പറഞ്ഞ സ്ത്രീധനം കൊടുക്കാൻ പറ്റാതായപ്പോ ചേച്ചിയെ തിരിച്ചുണ്ടാക്കി. അപ്പച്ചൻ മരിക്കുമ്പോ 30,000 ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു. ആ രൂപ എനിക്ക് അവരുടെ മുഖത്ത് കൊണ്ടറിയണം. എന്റെ ചേച്ചി ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത് കാണാൻ എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാ. ഇത് 30,000 രൂപയാണ്. വേണ്ട കത്രീനെ, ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് വേണ്ടി ഇങ്ങനൊരു കള്ളത്തരം കാണിക്കണം. എന്തെങ്കിലും അവർ പറഞ്ഞാ എന്നെ വെച്ചേക്കില്ല. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. എന്നെ കാക്കാൻ എനിക്കറിയാം. പെട്ടെന്നൊരു തീരുമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. തീരുമാനം എന്തു ആട്ടെ, ആദ്യം ചേച്ചിയെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാക്കുക. വാങ്ങൂ കത്രീനെ, സഹായിച്ചാലും ഇല്ലെങ്കിലും നീ ഈ പണം എനിക്ക് തിരിച്ചു തരണ്ട. വാങ്ങിച്ചോളൂ. ചേച്ചി ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ലേ. ഇത് ചേച്ചിയുടെ കൂടെ വീടാ. ആണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നട്ടല് വേണം. എന്റെ ചേച്ചിയുടെ മാപ്പിളയായിപ്പോയി. അല്ലേ നല്ല പൊളിച്ച തെറി ഞാൻ പറഞ്ഞേനെ. നീ എന്തിനാ വെറുതെ ചോദിച്ചാന് കുറ്റം പറയണേ? അച്ചായനൊരു പാവമാണ്. ആഹാ, അങ്ങനെ എന്റെ മോനൊരു പാവയാക്കി ഈ വീട്ടിൽ താമസിക്കാന്ന് കരുതണ്ട. ശ്രീധരക്കാശിന്റെ ബാക്കി കിട്ടാതെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കിടന്ന് തുള്ളാതെ തള്ളേ. എന്റെ ചേച്ചിക്ക് നിങ്ങൾ നിശ്ചയിച്ച വിലയുടെ ബാക്കി തുക മുഴുവനും ഞാൻ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ നോക്ക്. അമ്മച്ചി ഏൽപ്പിച്ചാ മതി. എന്റെ ചേച്ചി നിങ്ങളോടൊപ്പം അല്ലേ ജീവിക്കേണ്ടത്? അപ്പൊ കണക്ക് നിങ്ങൾ തന്നെ സൂക്ഷിക്കുന്നതാ നല്ലത്. അവ സൂക്ഷിക്കുന്നത് ഞാൻ സൂക്ഷിക്കുന്ന ഒരുപോലെയാ. ഇങ്ങോട്ട് കൊണ്ട രൂപ. മൂന്നകത്തേക്ക് വാ, നിക്ക്. പിന്നെ ഇനി എന്റെ ചേച്ചിക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാവരുത്. സ്റ്റവ് പൊട്ടിത്തെറിക്കലും കടപ്പുറത്ത് ശവം പന്തലും ഒക്കെ ഇവിടെ പതിവുള്ളതാ. എന്റെ ചേച്ചിക്കതുണ്ടായാൽ അരിഞ്ഞളഞ്ഞൻ. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ പറയാം. കുറെ നേരം ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഓ, കാത്തിരുന്ന് മുഷിഞ്ഞു. ഇനി മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ലേറ്റാവും. ഒരച്ചൊരച്ചിരിക്കുക. 3 മണിക്കൂറായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. മീൻകാരിയ കുറച്ച് വൃത്തിയായി വരണമെങ്കിൽ അല്പം സമയം എടുക്കും. ഇനി ഒരച്ചൊരച്ച് വെളുപ്പിക്കട്ടെ, ഞാൻ പോവാ. അയ്യോ, മുതലാളി പോയാലെങ്ങനെ? കത്രീനയുടെ മേക്കപ്പ് കഴിയുമ്പോ മുതലാളിയെ കൂടി ഒന്ന് ചെറുപ്പമാക്കി എടുത്താലോ? ഈ ചെറുപ്പം കൊണ്ടൊക്കെ കിട്ടാവുന്ന പെണ്ണ് മതിയായിരിക്കും. അയ്യോ, അങ്ങനല്ല മുതലാളി. മുതലാളിക്ക് പറ്റിയ ഒരാളെ ഇവിടുന്ന് കിട്ടുമോന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. അതെ, തപ്പി എടുത്തതിനെ ആദ്യം നേരെയാക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. അല്ല മുതലാളി, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഉടുമ്പ് കത്രീനെ തൊമ്മിച്ചന്റെ മകന് കെട്ടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ മുതലാളിക്ക് എന്നെ കെട്ടിയാ പോരെ? നിനക്കൊന്നും മനസ്സിലാകണ കുറങ്ങ. വേണ്ടെങ്കിലേ, അങ്കിളിന് ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? നല്ല സുന്ദരി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ, അനുസരണയുള്ളവൻ. ഓ, രസത്തിനാണ് പൊട്ടിക്കല്ലേ. ആരാണെന്ന് പറ. സമയമായിട്ടില്ല, അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും.
കർത്താവേ, ആരാ ഇത്? ആ വരൂ വരൂ. ആദ്യം നീ സ്വഭാവം മാറ്റണം. ഏത് സ്വഭാവം? നീ വെറും ഒരു മീൻകാരിയല്ല, വലിയ വീട്ടിലെ പെണ്ണല്ലേ. അരയെ കെട്ടിരിക്കുന്ന ലുങ്കി അല്ല, സാരിയാണ്. അതിങ്ങനെ എപ്പോഴും പൊക്കി ഇവളെ കൊച്ചുനാളിന് തൊട്ടേ പൊക്ക് ശീലിച്ചതാ. ഇവളെടുത്ത് പൊക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പൊക്കും? അല്ല, അത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പൊക്കിയാ മതിയല്ലോ. ഇവിടെ വരുമ്പോ ഇത്തിരി വൃത്തിയായിട്ടൊക്കെ ഇരുന്നോട്ടെ. കത്രീന, ദേവി ഇതാ സാരി കുത്തി അഴിച്ചിട്ട്. അയ്യോ സാറേ, കുത്തഴിച്ചിടാൻ പറഞ്ഞ അവള് മൊത്തം അഴിച്ചിടും. ഇനി കത്രീനെ ആകെ ഒന്ന് മാറ്റിയെടുക്കണം. ഭാഷ, നടത്തം, പെരുമാറ്റം എല്ലാം. ആ തൊമ്മിച്ചന്റെ വീട്ടിലേക്കല്ലേ പോണത്? അവിടെ നല്ല പെരുമാറ്റം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒന്നാം തരം പുളിച്ച് നാറിയ തെറിയ അവന്റെ നാവീന്ന് വരൂ. തെറിയെങ്ങാനും കേട്ടാലേ എന്റെ സ്വഭാവം മാറും. അത് കേൾക്കുമ്പോഴല്ലേ. അവര് നിന്നെ പെണ്ണ് കണ്ട് കെട്ട് നടന്നതിന് ശേഷം എന്തു വായിക്കും. പക്ഷെ അതുവരെ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ പെരുമാറണം. എനിക്ക് പഠിപ്പും വായനയൊന്നും അറിയില്ല സാറേ. അത് സാരമില്ല. 2 ദിവസം കൊണ്ട് കത്രീനെ ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ പഠിപ്പിക്കാം. കത്രീന പോലും അറിയാതെ. ആദ്യം നമുക്ക് ഈ കത്രീന എന്നുള്ള പേരങ്ങ് മാറ്റിയാലോ? ആ, അത് ശരിയാ. കത്രീനാന്ന് കേട്ട ഉടുമ്പന്റെ ഒരു തോന്നലുണ്ടാവും. ഉടുമ്പ് നിന്റെ അപ്പനാ. സംഗതി കുഴപ്പമാണെന്നാ തോന്നുന്നേ. കത്രീന പ്ലീസ്. അങ്കിളെ, നമുക്ക് വിളെ സൂസന്ന എന്നാക്കാം. എങ്ങനെയുണ്ട്? നല്ല പേര്. ആ, ഈ സൂസന്നയ്ക്ക് നല്ലൊരു അപ്പനും വലിയൊരു വീടും ഒക്കെ വേണ്ടേ? അതെ അതെ. ചെറുപറമ്പിൽ ചെറിയ അച്ഛന്റെ മകൾ സൂസന്ന. ചെറിയാച്ചനോ? അത് ഞാനല്ലേ. ആ തൊമ്മിച്ചനെ ഞാൻ അറിയുകയാണെങ്കിൽ അവന്റെ കൊള്ളുമാനൂരും വേണ്ട. ഈ കളിക്ക് ഞാനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ അപ്പനാക്കാം. ഓക്കെ, നല്ല ചായയുണ്ട്. വേണ്ട വേണ്ട, അതിന്റെ ഒരു ഗെറ്റപ്പ് അങ്കിളിനേ ഉള്ളൂ. ധർമ്മ, എനിക്കിപ്പോ നിന്നെ സംശയം തോന്നുന്നുണ്ട്. തൊമ്മിച്ചനോടാണോ എന്നോടാണോ നിനക്ക് പക? അപ്പച്ചൻ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ഒരു പട്ടി കഴിവരുടെ മക്കളും അപ്പച്ചന്റെ മേത്ത് തൊടുകയല്ല. തൊട്ട അരിഞ്ഞാളെ ഞാൻ. ആദ്യം നീ എന്നെ അറിയടി. അങ്കിള് വിഷമിക്കാതിരിക്കേ, ഞാനില്ലേ. കത്രീന വാ. 2 ദിവസം കൊണ്ട് ഞാൻ കത്രീനെ സൂസന്നയാക്കി മാറ്റും. ചെറായിലെ ചെറുപറമ്പത്ത് ചെറിയാച്ചനെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. അല്ല, എന്നാ കേട്ടോ. നല്ല നീറ്റ് ഫാമിലിയാ. പെണ്ണാണെങ്കി ആദ്യസുന്ദരിയാ. അത് കേളാ, ചിക്കിലി തടയുവോ? ഇതിനെ കരുത്തി വിട്ടുവീഴ്ചയില്ല. അതാണ് പ്രശ്നം. സ്ത്രീധനം സ്വർണമായിട്ടേ കിട്ടൂ. പെണ്ണിന്റെ അപ്പന് സ്വല്പം സ്വർണം കള്ളക്കടത്തുള്ള കൂട്ടത്തില. അവരുടെ വീട്ടിൽ സ്വർണം വെച്ചിരിക്കുന്നത് ഇങ്ങനെ സ്ത്രീധനം സ്വർണമായിട്ട് മതി, അത് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ. പക്ഷെ വേറൊരു പ്രശ്നം, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടുവോ എന്നൊരു സംശയം. അതെന്താ? എന്റെ മോന് കാശില്ലേ? എടോ ബ്രോക്കറെ, ഞാൻ ഈ സമ്പാദിക്കുന്നത് മുഴുവനും എന്റെ മക്കൾക്ക് വേണ്ടിയാ. അതല്ല, പെണ്ണ് വലിയ പഠിത്തക്കാരിയാ. ഡൽഹിയിലാ പഠിച്ചത്. ചെറുക്കൻ 8ാം ക്ലാസ്സുകാരനാണെന്ന് അറിഞ്ഞ 8ാം ക്ലാസ്സുകാരനായാലെന്താ? പള്ളിവാതുക്കന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? ശരിയാ, അത് അവളുടെ ഭാഗ്യം തന്നെ. ഹലോ, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? കാണാൻ കിട്ടുന്നില്ലല്ലോ. വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ല, ഓരോ തിരക്കല്ലേ. ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ വലിയ പലിശക്കാരനായിരിക്കില്ലേ മാർക്കറ്റില്. വെറുതെ എന്തിനാ അപ്പച്ചനോട് ഉടക്കാൻ പോയത്? ഉടക്കിയത് ഞാനല്ല, നിന്റെ അപ്പച്ചനാ. എല്ലാവരോടും കളിക്കണ മാതിരി ധർമ്മനോട് പറ്റില്ല എന്ന് വിചാരിച്ച് കാണില്ല പുള്ളിക്കാരൻ. ഈ ധൈര്യം തന്റെ ഇടൊക്കെ എനിക്കിഷ്ടായി. പക്ഷെ അപ്പച്ചന് ആള് പെശക. ഇച്ചായമാരാണെങ്കിൽ വലിയ ചട്ടമ്പികളാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ആ പിന്നെ എന്റെ വീട്ടിലൊരു വിശേഷമുണ്ട്. തണ്ണിച്ചാന്റെ കല്യാണം ഉറപ്പിച്ചു. അതെയോ? എവിടുന്ന പെൺകുട്ടി? വലിയ വീട്ടിലെയാ. സൂസന എന്ന പേര്. 250 പവന്റെ സ്വർണ്ണ സ്ത്രീധനം. ആഹാ, അപ്പൊ ആലീസിനെ കിട്ടുന്നവനും കിട്ടുമല്ലോ 250 പവന്റെ സ്വർണം. ഒരു 25 പവൻ പോലും കിട്ടുമെന്ന് എന്റെ സംശയം.